ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ചേട്ടന് വാലൻറ്റൈൻസ് ഡേ സർപ്രൈസ് കൊടുത്ത, സത്യം പറഞ്ഞാൽ ആദ്യം പറയണ മാതിരി ഒരാണ്ട് കഴിഞ്ഞു. വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഒരാണ്ടല്ല കേട്ടോ, ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഹോളൊക്കെ പെയിൻ്റ് അടിക്കുന്ന കാരണം, തീരെ വൃത്തിയില്ലാത്ത കാരണം വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ഭംഗിയിൽ തന്നെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്ടിരുന്നത്. നമുക്ക് അന്നത്തെ ദിവസം ചേട്ടൻ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പണ്ടൊന്നും ഇതിനെപ്പറ്റിയൊന്നും ചേട്ടന് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കടയിലൊക്കെ പോണ കാരണം ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നത് കുറച്ചൊരു വിവരമൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് മിഠായിയൊക്കെ വാങ്ങിച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കും തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊരു വേറെ ദിവസമായി എന്ന് മാത്രം നമുക്ക് പറ്റണ പോലെ നമ്മൾ ചെയ്യണം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ജോലി കഴിഞ്ഞ് വന്ന് അങ്ങനെ വാച്ചും കമ്മലൊക്കെ ഊരി വെച്ച് ഞാൻ വേഗം വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വേഗം തുടച്ചിട്ട് അപ്പായത്തിനോട് വിളക്ക് വെക്കാൻ പറയാമല്ലോ. ഇരുട്ടായി തുടങ്ങി. നമ്മൾ വരുമ്പോഴേക്കും അത്രയും നേരമാവും. ആദ്യം വരുമ്പോഴും ഏറെക്കുറെ അത്യാവശ്യം ഇരുട്ടാവും കേട്ടോ. ചില ദിവസമൊക്കെ നേരത്തെ വരും, എന്നാലും അവൻ ഇപ്പോൾ ശീലമായി അങ്ങനെ വിളക്ക് വെക്കേണ്ട. അല്ലെങ്കിൽ എന്നും വിളക്ക് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പരീക്ഷയും വയ്യായികയും അങ്ങനെ ഒക്കെ വന്നപ്പോൾ അവനത് ഉപേക്ഷിച്ചു. അപ്പം ഞാൻ ഇപ്പം അരമണിക്കൂർ നേരത്തെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എന്താ പറയുക, ആദ്യം ഞാൻ ശക്തിയിലേക്ക് നേരെ നടക്കാറ് പതിവ്. ഇപ്പോൾ മനോരമയുടെ അവിടേക്ക് നടക്കുമ്പോൾ 2 ബസ് മുന്നിൽ എനിക്ക് വരാം. അപ്പം അരമണിക്കൂർ മുൻപേ വരാം കേട്ടോ. അപ്പം അതാ വന്നും കണ്ടിട്ട് വേഗം ഒന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടി വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ആദ്യം കിച്ചണൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ട് അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അതുവരെ ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ എന്തായാലും കൂട്ടുകാരത് കാണുമല്ലോ. പിന്നെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ കാണിച്ചിട്ട് അതിന് വലിയ പുതുമയൊന്നും ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് ഇന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് അരിപ്പാട്ടം. നമുക്കിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിലും കേക്ക് ഉണ്ടാക്കണമെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു അരിപ്പൊന്നും വാങ്ങിക്കേണ്ട. നമ്മുടെ പഴയ അരിപ്പ കേടായി എന്നുണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു അരിപ്പ് വാങ്ങണമെങ്കിൽ ഈ മോഡൽ വാങ്ങിക്കാം കേട്ടോ. അതേപോലെ ചോപ്പർ കേടായിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ചോപ്പറിലാണ്ട് വലിയ വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോപ്പർ വാങ്ങിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ആ വെള്ളം നമ്മുടെ വാഷ് ബേസിലിരിക്കാൻ എന്തൊക്കെയായി പറയണേ, സിങ്കിലേക്ക് തന്നെ പോകാൻ ഇങ്ങനത്തെ ഒരു കൊട്ടയുണ്ടല്ലോ. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ കെറ്റിൽ, അതും കുറച്ച് നാളായി എൻ്റെ കേടായിട്ട്. അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ എനിക്ക് ഇല്ലാണ്ട് പറ്റില്ല. ഈ കെറ്റിലും ചോപ്പറും ഇല്ലാണ്ട് പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഇത് വാങ്ങിച്ചിട്ട്, പക്ഷേ ഇനിയെങ്കിലും യൂസ് ചെയ്യാണ്ട് പറ്റില്ല. അപ്പം ഞാനത് ഇനി പെയിൻ്റ് അടിക്കണമെങ്കിൽ എന്തായാലും സൺഡേയിലല്ലാണ്ട് എൻ്റെ കിച്ചൺ മേക്ക് ഓവർ തിങ്കളാഴ്ച തന്നെ വരാൻ പറ്റുള്ളൂ. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തോരം നമുക്ക് ചെയ്യാൻ പറ്റും, അത്ര അധികം ഒന്നും. അതിനിടയ്ക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കലും ഷൂട്ട് ചെയ്യലും എല്ലാതും നടക്കണമല്ലോ. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച വരാം കേട്ടോ കിച്ചൺ മേക്ക് ഓവറായിട്ട്. കിച്ചണോ അല്ലെങ്കിൽ ബെഡ്റൂമോ ഏതെങ്കിലും ഒന്ന് മേക്ക് ഓവറായിട്ട് തിങ്കളാഴ്ച വരാം. അപ്പോൾ അങ്ങനത്തെ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് നേരെ അടുക്കളയിലേക്ക്, ഏറ്റവും യൂസ്ഫുള്ളായ കാര്യങ്ങളാണ് കേട്ടോ. അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. പിന്നെ എല്ലാവരും ലിങ്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് നമ്മളിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് ഇടുമ്പോൾ അത് ഓപ്പൺ ആവാൻ ബുദ്ധിമുട്ട്, പിന്നെ ലിങ്ക് കൊടുക്കണോണ്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇനിയിപ്പം ലിങ്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിലൊരു ഹായ് തന്നാൽ മതി. ഏതിൻ്റെ ലിങ്കാണെന്ന് വെച്ചാൽ അതിലൊന്ന് പേരെഴുതിയിട്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് വാട്സപ്പിൽ കൂടെ തരാം കേട്ടോ. ഇതിൽ ഓപ്പൺ ആവണ് കാണുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ. ഞാൻ പല ആൾക്കാരുടെയും ഞാൻ ആ ലിങ്കിൽ തൊടുമ്പോൾ ഓപ്പൺ ആവണില്ല. അപ്പോൾ പിന്നെ എന്താ കാര്യം. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതാണ്. എൻ്റെ അടുക്കളയിൽ ഈ ഒരു മിക്സിയുടെ ആ ഭാഗത്തായിട്ട് എനിക്ക് വയ്ക്കാൻ പറ്റണത്. അപ്പോൾ അവിടെ വയ്ക്കാൻ സൗകര്യത്തിന് അത്രയും വലുപ്പമുള്ളത് അളന്ന് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല വലുപ്പമുള്ളതാണെങ്കിൽ 500 രൂപയ്ക്കോ, ഇത് 250 രൂപയ്ക്കോ ഉള്ളൂ കേട്ടോ ഈ ഒരു കൊട്ട. അതേപോലെ ചോപ്പറും അത് ഞാൻ വളരെ ചെറുത് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ നല്ലോണം കാണുമ്പോൾ കുറച്ച് ചെറുതായാലും ക്വാണ്ടിറ്റി നന്നായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. കെറ്റിൽ 1.5 ലിറ്ററിൻ്റെ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ചേട്ടൻ അവിടെ നിന്ന് അയൺ ബോക്സും ഈ ഇതും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ തുറന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു. നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് മുന്നേ ഒന്ന് കഴുകിയെടുക്കണമല്ലോ. അത് കാരണം ഒക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ ആദ്യത്തിന് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പാലും ബൂസ്റ്റും കൊക്കോ പൗഡർ അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് ഒരു ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അവനിപ്പോൾ ചോറ് വേണ്ട. അപ്പോൾ ചില നേരത്ത് അങ്ങനെയുണ്ട്, ചോറ് കഴിക്കാൻ ഭയങ്കര മടിയനാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ കൂട്ടുകാരോട്. അപ്പോൾ എനിക്ക് പാത്രം കഴുകാൻ ഈ ചെറുത് മതി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റാൻഡ് ഇതിൻ്റെ മുകളിൽ തന്നെയല്ലേ. അപ്പോൾ പ്ലേറ്റുകളൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് വയ്ക്കാം, ഗ്ലാസ്സുകളും ഒക്കെ അങ്ങനെ അങ്ങോട്ട് തന്നെ വയ്ക്കാം. പിന്നെ എനിക്ക് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി കമഴ്ത്തി വയ്ക്കുന്ന പാത്രങ്ങളാണ് എനിക്കതിൽ വെക്കേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അത്ര വലിയ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ വാലൻറ്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ
റെസിപ്പിയാണ് ഇന്ന് കാണിക്കണത്. അപ്പോൾ ഒരു കേക്കാണ് കേട്ടോ, നിറയെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്ക്. അപ്പോൾ അത് മിക്സിയിൽ ഒരു 1/4 കപ്പൊക്കെ ഞാൻ പഞ്ചസാര എടുത്തുള്ളൂ. കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യും. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ഇടുന്നതുകൊണ്ടാണ് പഞ്ചസാര കുറവിട്ടത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര അടിച്ചെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് പതപ്പിക്കണ വരെ അടിച്ചെടുത്തു. പിന്നെ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു, അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കുക കേട്ടോ. അതും ഒന്ന് അടിച്ചെടുത്തു. പിന്നെ അത് അരിപ്പ വെച്ച് അതിലേക്ക് 1/2 കപ്പ് മൈദ, ഒരു 1/4 ടീസ്പൂണൊക്കെ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടു കേട്ടോ. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് അരിച്ച് അതിലേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. ഓവറായിട്ട് അടിക്കണ്ട. പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ അടിക്കാൻ പാടില്ല, മിക്സ് ആവണം, അത്രേ പാടുള്ളൂ. അപ്പോൾ ബീറ്ററൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ എടുത്ത് കഴുകേണ്ട മടിക്ക് ഞാൻ ഈ മിക്സി തന്നെ അങ്ങോട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം. പിന്നെ വലിയ കേക്കൊന്നും അല്ലല്ലോ, കൊട്ട കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കേക്ക് ടീനൊക്കെ എടുത്ത് കഴുകേണ്ട മടിക്ക്, പിന്നെ അതിൽ ബട്ടർ പേപ്പറും അതൊക്കെ ഇടണമല്ലോ. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സോ കപ്പൊക്കെ ഒരു 50 രൂപയ്ക്ക് കുറേ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഞാൻ അതിലിട്ടു. അപ്പോൾ എനിക്ക് ഇത്തിരി അതിലൊരു വാട്ടർ കണ്ടൻറ്റ് കുറവായിട്ട് തോന്നി. അപ്പോൾ 2 ടേബിൾ സ്പൂണ് പാലും കൂടി വെച്ചു. നമുക്ക് ആ ഒരു ടെക്സ്ചർ അറിയാമല്ലോ, കുറേ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി അറിയാൻ പറ്റും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് ശരിയായോ ശരിയായില്ലെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ അതും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടു. ഈ ഒരു കളർ ഉണ്ടാക്കിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചൊരു ഭംഗി ഇരുന്നോട്ടെ, വൈറ്റ് ആകുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. പിന്നെ ചേട്ടനോട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ കുറച്ച് അധികം വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈന്തപ്പഴം 3-4 ചെറിയ പീസുകളാക്കി മുറിച്ച് അതിൻ്റെ മുകളിലിട്ട്, ഇതിൻ്റെ മുകളിലിട്ടാൽ മതി കേട്ടോ, വേറെ പൗഡർ മിക്സ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇതിങ്ങനെ പൊന്തുമ്പോൾ ഓട്ടോമാറ്റിക് അതങ്ങനെ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളിലേക്ക് പൊക്കോളും. പിന്നെ എന്തോ ഒരു ഡ്രൈ ഫ്രൂട്ട്സുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, പലതരത്തിലുള്ള കളറുകളുള്ളത്. ടൂട്ടി ഫ്രൂട്ടി ഒന്നല്ല, നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഞാൻ ഇട്ടില്ല കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂടി ഇട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കൊട്ട കേക്ക് എന്ന് പറയുന്നത്. 5-6 ഉണ്ടാക്കിയുള്ളൂ, ഒരെണ്ണമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നാളെ ആദ്യത്തെ ഇവിടെ ഉണ്ടാവും, ആദ്യത്തിന് കഴിക്കാമല്ലോ. സൈയൂട്ട ഇല്ലാത്തതിന് എപ്പോഴും എന്തുണ്ടാക്കുമ്പോൾ ഒരു വിഷമാണ്. ആദ്യം ഈ കേക്കൊന്നും വലിയ നോട്ടമൊന്നും ഇല്ല, അവന് എരിവുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ മധുരമുള്ളതല്ലേ, ഒരു എരിവുള്ളതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചമുളക് ഈ പ്രാവശ്യം വാങ്ങിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ ഒട്ടും എരിവില്ല, പച്ചമുളകാണെന്ന് മാത്രം പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബജി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായി അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബജിമുളക് കൊണ്ട് ഉണ്ടാക്കണ ആ ടേസ്റ്റ് കിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിൽ മുന്നേ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് വീഡിയോയിലൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ അധികം എരിവില്ലാത്ത മുളകാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ. കുറച്ച് കടലമാവും മുളക് പൊടിയും ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടി ഇട്ടു. പിന്നെ എന്തിട്ടില്ല, മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല കേട്ടോ, ഞാൻ കളർ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കണ്ടിട്ട് പിന്നെ ഈ മുളക് കഴുകിയിട്ട് ഒന്നിങ്ങനെ നടുവരെ ഒന്ന് കീറിയെടുത്തു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മാവ് പിടിക്കാൻ, ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ മൊത്തത്തിൽ അതിലേക്ക് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് കോരി നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ വൈനൊക്കെയാണ് വാലൻറ്റൈൻസ് ഡേക്ക് ഉണ്ടാവുക, പക്ഷെ നമുക്ക് വൈൻ വലിയ തോട്ടമില്ല. അപ്പം ഞാൻ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി അങ്ങനെ വേവിച്ച് വെച്ചു. വേവിക്കാൻ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടം, പക്ഷെ നല്ലൊരു കളറൊക്കെ വരണമെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതവിടെ വേവിക്കാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി നേരെ കോരി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയോളാം. ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടിയൊന്നും അല്ല കേട്ടോ ഞാൻ വിചാരിച്ചത്. നന്നായിട്ട് ചില്ലി ചിക്കനും നല്ല എന്താ പറയുക വെൽവെറ്റ് കേക്ക് ഉണ്ടല്ലോ, നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്, അങ്ങനെയൊക്കെ ഒരു വ്ളോഗാണ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഈ വൈകുന്നേരം വന്നിട്ട് തട്ടിക്കൂട്ടുമ്പോൾ വല്ലാണ്ടുള്ള വ്ളോഗ് എടുക്കാമെന്ന് വയ്യാണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സമയത്തിനനുസരിച്ചിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ചെയ്തത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ ടീസ്പൂൺ കൊണ്ട് കോരി വെച്ചു. ഇത്തിരി ഉള്ളിയും സാധനങ്ങളൊക്കെ ഇടാന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ്. പാത്രങ്ങൾ അപ്പം കഴുകി ആ കൊട്ടയിലേക്ക് അങ്ങോട്ട് വയ്ക്കുക, നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ആ മടി ഉണ്ടാവില്ല, വേഗം കഴുകി ആ കൊട്ടയിലേക്ക് വെച്ചു. ആ കേക്ക് കാണാനും ഭംഗി, കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മധുരം അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല, എന്നാൽ ഒരെണ്ണം ഒരു പകുതിക്ക് ഞാൻ ശരിക്കും കഴിക്കുള്ളൂ. എന്നാൽ ഇന്ന് ഞാനത് ഒരെണ്ണം കഴിച്ചു കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ഉള്ളിൽ നിറയെ കിടക്കുകയല്ലേ. അങ്ങനെ
അതൊക്കെ സെറ്റാക്കി ഞാൻ അവിടെ വെച്ചു. ഇനി ഞാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ വേഗം കൊണ്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. മുന്തിരി വേവിച്ച് ഞാനത് ചൂടാറാനായിട്ട് വെച്ചു, ഒന്ന് ജ്യൂസ് അടിക്കണ്ടേ. അപ്പോഴേക്ക് ചേട്ടൻ വന്ന് സാമ്പാർ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വില കുറവിന് നല്ല ഫ്രഷ് സാധനം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. മുന്തിരി ഞാൻ അരിച്ചില്ല, എന്താ വെച്ചാൽ നല്ല സ്പീഡ്ലെസ് മുന്തിരിയായിരുന്നു. അപ്പോൾ അരിച്ച് കളയാനായിട്ട് അങ്ങോട്ട് തോന്നിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് അരയ്ക്കണം. അപ്പം ഞാൻ അരയ്ക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമുക്ക് എന്താണോ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതുപോലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ചേട്ടനോട് വന്നിട്ട് കുളിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം കുളിച്ച് മൊബൈൽ നോക്കിയൊക്കെ വരുമ്പോഴേക്കും ഞാനിത് സെറ്റാക്കി. ഇനി ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കട്ടെ. പോരെ. അപ്പോൾ ഇത്ര നേരം അഭിനയിച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ക്യാമറ ഓണാന്ന് അച്ഛനും മോനും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ക്യാമറ ഓഫാക്കാൻ പോണ മാതിരി പോയിട്ട് പതുക്കെ വീണ്ടും ഓൺ ചെയ്തിട്ട് വന്നിരുന്നു. അപ്പോഴല്ലേ അവരെ നാച്ചുറലായിട്ടുള്ളത് കിട്ടുക. അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ എന്താ പറയുക ചമ്മിയിട്ട് ചിരിച്ചും ഫുഡ് കഴിക്കുകയൊക്കെ ആണ് ചെയ്യുക. ആദ്യത്തിനും അങ്ങനെ തന്നെ. അപ്പോൾ അത് കാരണം രണ്ടാളോടും പറഞ്ഞില്ല ക്യാമറ ഓണിലാന്ന്. ഞങ്ങൾ പിന്നെ ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ട് ചമ്മന്തിയും ഇതെടുത്ത് കഴിച്ചു. അതിനിടയ്ക്ക് കേക്കും ജ്യൂസും ഒക്കെ. പിന്നെ ആദ്യത്തിൻ്റെ ഒരു ഷേക്ക് പോലെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ലേ, അത് ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടൻ അത് നന്നായിട്ട് കുടിക്കണ്ടായിരുന്നു. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചോറുണ്ണാനുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ച് ചോറുണ്ണാനൊക്കെ പറഞ്ഞു. പക്ഷേ ആരും ഉണ്ണുന്നു കണ്ടില്ല. ചോറ് അങ്ങനെ ബാക്കിയായി. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചോറും കൂടി ഒപ്പം കൊണ്ടച്ചെങ്ങി ഇത്തിരി കഴിച്ചാനേ എന്നെനിക്ക് തോന്നിയായിരുന്നു. പിന്നെ നമ്മുടെ ഹോളിൻ്റെ മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് കിച്ചൺ മേക്ക് ഓവറും ബെഡ്റൂം മേക്ക് ഓവറും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.